ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാധവേട്ടൻ ഇങ്ങേർക്ക് ഈ വയസ്സാങ്കാലത്ത് എന്തിന്റെ കേടാ? ഭാര്യയുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ വയ്യ. സ്വിച്ച് ഓഫ് ചെയ്യാം. അങ്ങനെ ഇപ്പൊ വിളിക്കണ്ട. ചന്ദ്രു, നല്ല കടുപ്പത്തിലൊരു ചായ ഇങ്ങെടുത്തേ. അച്ഛൻ ആരോടെ ഈ ചായ ആവശ്യപ്പെടുന്നേ? ചന്ദ്രുവിനോട്. അമ്മ മനോജിന്റെ വീട്ടിൽ പോയിരിക്കല്ലേ? ഓ, ഞാനതങ്ങ് മറന്നതാ. എന്താന്നറിയില്ല മോളെ, ചന്ദ്രു പോയ ശേഷം എനിക്കെന്തോ ഒരു ഓർമ്മക്കുറവ് പോലെ. അത് അച്ഛന് വെറുതെ തോന്നുന്നതാ. അല്ല, അച്ഛനൊന്നും കഴിച്ചില്ലല്ലോ? ഓ, വിശപ്പ് തീരെയില്ല. അതും അച്ഛന് തോന്നുന്നതാ. ചായക്ക് സമയാകുമ്പോ ചായ ഞാൻ മുറിയിൽ എത്തിച്ചേരാം. അച്ഛനിപ്പോ ഭക്ഷണം കഴിക്കും. ചന്ദ്രു, കൈ തുടയ്ക്കാൻ ടവൽ എവിടെ? ഓ, ആരായി ടവൽ എടുത്ത് മാറ്റുന്നത്? ഓ, മറന്നു. എന്റെ ചന്ദ്രു മനോജന്റെ വീട്ടിൽ പോയിരിക്കുകയല്ലേ. എന്നെയും ചന്ദ്രുവിനെയും മക്കളെ രണ്ടായിട്ട് പകുത്തെടുത്തില്ലേ? പാവം, ഒരു ജന്മം മുഴുവൻ എനിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചവളാ ചന്ദ്രു. ഒരിക്കലും പിരിയില്ലെന്നും മരണത്തിന് മാത്രമേ നമ്മളെ പിരിക്കാൻ കഴിയുള്ളൂ എന്നും അവൾ അന്ന് പറഞ്ഞതാ. ഒക്കെ വെറുതെ ആയില്ലേ? നൊന്ത് പെറ്റ മക്കള് അവര് തന്നെ നമ്മളെ രണ്ടാക്കി. മാധവേട്ടൻ ഇങ്ങേർക്ക് ഈ വയസ്സാങ്കാലത്ത് എന്തിന്റെ കേടാ? ഭാര്യയുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ വയ്യ. സ്വിച്ച് ഓഫ് ചെയ്യാം. അങ്ങനെ ഇപ്പൊ വിളിക്കണ്ട. നേരത്തെ ബെല്ലുണ്ടായിരുന്നല്ലോ.
നീ ചന്ദ്രു സ്വിച്ച് ഓഫ് ആക്കിയതായിരിക്കൂ? ചന്ദ്രു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ചിലപ്പോ ചാർജ് ഇല്ലാതെ മൊബൈൽ ഓഫായി പോയതായിരിക്കും. ഏതായാലും പിന്നീട് വിളിക്കാം. വന്ദനമ്മേ, വന്ദനമ്മേ, എന്താ മോളെ? എന്തിനാ ഇങ്ങനെ കരയുന്ന? വന്ദനമ്മേ, ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? ഒന്നുമില്ല മോളെ. അച്ഛനെ അച്ഛമ്മയെ ഓർത്തപ്പോ. അച്ഛനും അച്ഛമ്മയ്ക്കും എന്തു പറ്റി? അവര് പൊന്നിച്ചല്ല മോളെ. അച്ഛൻ പ്രകാശങ്ങളുടെ കൂടെയും അച്ഛമ്മ മനോജങ്ങളുടെ കൂടെയും വേറെ വേറെ വീട്ടില. അതെന്താ അങ്ങനെ? ഹരിതാന്റി വേറെ വീട് വാടകയ്ക്ക് എടുത്തു. മനോജേട്ടനപ്പോ അമ്മയും കൊണ്ടുപോയി. പാവ അച്ഛൻ ഭയങ്കര സങ്കടത്തിലായിരിക്കും അല്ലേ? അതെ മോളെ. മോളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്താ വന്ദനമ്മേ? വന്ദനമ്മയെ ഒരു ദിവസം പിരിഞ്ഞിരിക്കാൻ ദേമോൾക്ക് കഴിയോ? എനിക്ക് പറ്റില്ല. അങ്ങനെ പിരിഞ്ഞിരിക്കേണ്ടി വന്ന ദേമോൾ എന്ത് ചെയ്യും? ദിയമോൾ ഇരുന്ന് കരയും. അച്ഛനും അച്ഛമ്മയും രണ്ട് വീടുകളിലായി സങ്കടപ്പെട്ടിരിക്കാം. പാവം, അവരുടെ സങ്കടം ഓർത്താ ഞാനും കരയുന്നേ. അച്ഛനും അച്ഛമ്മയും ഒരു വീട്ടില് ഒരുമിച്ച് കഴിഞ്ഞാ പോരെ? അപ്പൊ പ്രശ്നം തീരുമല്ലോ. എങ്കിൽ നമുക്കത് ചെയ്തൂടെ? വേണം മോളെ, അത് ചെയ്യണം. എന്താ വന്ദനെ? സുചിത്രടുത്ത് വിളിച്ചിരുന്നു. അമ്മ മനോജിനൊപ്പം പോയത് പിന്നെ അച്ഛൻ വല്ലാത്ത അവസ്ഥയിലാ. മാനത്തെ കൊട്ടാരം